നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഈ ലോകത്ത് കരുണ കാണിക്കാൻ കഴിയുന്നവനാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മകനെന്ന ചിന്തയ്ക്ക് ഈ നോമ്പുകാലത്ത് വലിയ പ്രസക്തിയുണ്ട്. വിശുദ്ധമായ ഈ നാളുകളിൽ നാം ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ദൈവിക ചൈതന്യം നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. നീതി നടപ്പിലാക്കുക എന്നത് പലപ്പോഴും നിയമത്തിൻ്റെ വഴിയാണ്. എന്നാൽ കരുണ കാണിക്കുക എന്നത് സ്നേഹത്തിൻ്റെ വഴിയാണ്. അർഹതയില്ലാത്തവർക്ക് പോലും മാപ്പും സ്നേഹവും നൽകുന്ന ആ വലിയ മനസ്സിനെയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കി അവരെ വിചാരണ ചെയ്യാറുണ്ട്. കണ്ണിന് കണ്ണ് എന്ന നീതിബോധം നമ്മുടെ ഉള്ളിൽ പ്രതികാരത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കുന്നു. എന്നാൽ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിട്ടുവീഴ്ചയുടെ പാഠങ്ങളാണ്. തെറ്റു ചെയ്തവനെ ശിക്ഷിക്കാൻ ലോകത്തിന് നീതി മതിയാകും. എന്നാൽ അവനെ പുതിയ മനുഷ്യനായി മാറ്റിയെടുക്കാൻ കരുണയ്ക്ക് മാത്രമേ സാധിക്കൂ. നമ്മുടെ ഉള്ളിലെ ക്രോധവും പകയും വെടിഞ്ഞ് മറ്റുള്ളവരുടെ വീഴ്ചകളെ ക്ഷമയോടെ നോക്കിക്കാണാൻ കഴിയുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. ദൈവം കരുണാമയനാണ് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ മക്കൾ എന്ന് അവകാശപ്പെടുന്ന നാം എത്രത്തോളം കരുണയുള്ളവരാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഉപവാസത്തിലൂടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമാണ് വിദ്വേഷം നിറഞ്ഞ ഹൃദയത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുന്നത്. പാവപ്പെട്ടവർക്കും ആലംബഹീനർക്കും വേണ്ടി നമ്മുടെ ഹൃദയവാതിലുകൾ തുറന്നിടണം. നീതി തേടി അലയുന്നവർക്ക് സാന്ത്വനത്തിൻ്റെ തണലാകാൻ നമുക്ക് കഴിയണം. നിയമങ്ങളുടെ കർക്കശതയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ആർദ്രതയാണ് ദൈവഹിതം എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ഈ നോമ്പുകാല ചിന്തകൾ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങരുത്. നമ്മുടെ അയൽക്കാരൻ്റെ സങ്കടങ്ങളിൽ പങ്കുചേരാനും നമ്മെ വേദനിപ്പിച്ചവർക്ക് നിരുപാധിക മാപ്പ് നൽകാനും നമുക്ക് സാധിക്കണം. ലോകം നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ നാം കരുണയുടെ വക്താക്കളായി മാറണം. അപരൻ്റെ കണ്ണീരൊപ്പുന്ന ഓരോ നിമിഷവും നാം ദൈവത്തോടൊപ്പമാണ്. ഈ വിശുദ്ധ നാളുകളിൽ കരുണയുടെ പ്രകാശമായി മാറാനും സഹജീവികളോട് സ്നേഹത്തോടെ വർത്തിക്കാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.